കുടുംബ ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് മക്കളിലേക്ക് വലിയ ഒരു അഭിഷേകം ദൈവത്തിന്റെ ആത്മാവ് സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ അനുഭവമാണ്. കാരണം സാമുവേലിന്റെ പ്രവചന പുസ്തകം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് സാമുവേൽ, സാമുവേലിന്റെ 2-ാം പ്രവചന പുസ്തകം, അതിന്റെ 7-ാം അധ്യായം 29-ാം തിരുവചനം വളരെ ശക്തമായ ദൈവിക ദൂത് നമുക്ക് എല്ലാവർക്കും സമ്മാനിക്കുകയാണ്. ബുക്ക് ഓഫ് സാമുവേൽ, സെക്കൻഡ് ബുക്ക്, ചാപ്റ്റർ 7 വേഴ്സ് 29, 29-ാം തിരുവചനം. അടിയന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. കണ്ടോ, സാമുവേലിന്റെ പ്രവചന പുസ്തകത്തിൽ നമ്മുടെ മുമ്പിൽ കൃത്യമായൊരു വാഗ്ദാനമാണ്, ഒരു പ്രാർത്ഥനയാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ്. ഇതാ വചനം പറയാണ്, അടിയന്റെ കുടുംബം അങ്ങയുടെ അനുഗ്രഹത്താൽ, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ദൈവമേ നിന്റെ അനുഗ്രഹത്താൽ എന്റെ കുടുംബം എന്നും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ വലിയ അനുഗ്രഹമുണ്ടാകും. ഈ ശുശ്രൂഷ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക സന്ദേശമാണ്. ഈ കാലഘട്ടത്തിൽ മക്കളെ ഓർത്ത് കരയുന്ന അനേക മാതാപിതാക്കളുണ്ട്. ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്ന അനേകര് മാതാപിതാക്കളാണ്. മക്കൾക്ക് ഒരുപക്ഷെ ഈ ശുശ്രൂഷയോടൊന്നും വലിയ താല്പര്യമില്ല, അല്ലെ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനം, ഇത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു വചനം പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നു. പൗലോസ്ലീഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 4-ാം തിരുവചനം. പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. മാതാപിതാക്കളെ, മക്കളിൽ കോപം ഉളവാക്കരുത്, കോപം ഉളവാക്കരുത്. ഇത് പറയുമ്പോൾ മക്കളെ വഴക്കു പറയരുത്, ശിക്ഷിക്കരുത് എന്നല്ല. മക്കളെ പ്രകോപിപ്പിക്കരുത്, കോപം ഉളവാക്കരുത്. ഞാനിത് പറയുമ്പോൾ കൃത്യമായ ഒരു കുടുംബത്തെ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മയിൽ കൊണ്ടുവരാം. ഒരു കുടുംബം, മകൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി, മിടുക്കനാണ്. ഇവൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി 1-ാം വർഷം കൊണ്ട് അവൻ പഠനം നിർത്തി, അവൻ തിരിച്ചു പോകും. ഇപ്പൊ അവൻ വീട്ടിലിരിപ്പാണ്. അപ്പൊ അവനെ പിടിച്ചു വലിച്ച് ധ്യാന കേന്ദ്രത്തിൽ അപ്പനും അമ്മയും കൊണ്ടുവന്നു. അപ്പൊ എന്റെ മുമ്പിൽ നിർത്തിയിട്ട് അപ്പൻ ഇവനെ കുറിച്ച് കംപ്ലൈന്റ്, പരാതി മുഴുവൻ പറയുക. അച്ഛൻ ഇവനെ എന്ത് ചെയ്യണം, ഇവന് വേണ്ടി ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് അഡ്മിഷൻ വാങ്ങിയത്, ഇവന് വേണ്ടി ഞാൻ എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് നടത്തി, ഇവൻ ഇതിനെ കുറിച്ച് വല്ല വിവരമുണ്ടോ, ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവൻ ശരിയല്ല, ഇവന്റെ കൂട്ടുകെട്ട് ശരിയല്ല. അപ്പൻ എന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ കോടതി മുറിയില് പ്രതിയെ നിർത്തിക്കൊണ്ട് വക്കീലൊക്കെ പറയുന്നത് പോലെ ശക്തമായ കാര്യങ്ങളാണ്. അപ്പൻ ഒരു വശത്തെന്ന് പറയുമ്പോൾ അമ്മ ആ കാര്യങ്ങൾക്കെല്ലാം അതെ അതെ എന്ന് പറഞ്ഞ് അടിവരയിടുന്നതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് അപ്പം മറന്നുപോകുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുത്ത് അപ്പനെ കൂടുതൽ ശകാരിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതാണ് രംഗം. അപ്പൊ ഞാൻ ഈ ചെറുക്കനെ നോക്കി. എഞ്ചിനീയറിംഗ് 1-ാം പഠനം നിർത്തി വന്നിരിക്കുന്ന ചെറുക്കനാണ്. കുറെ ദിവസങ്ങളെ വീട്ടിലിരിക്കുന്നു. ഇവന്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇവന്റെ ശരീരത്തിലെ ചലനങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലായി ഇവൻ അസ്വസ്ഥനാണ്. ഞാൻ കാണുമ്പോൾ ഇവന്റെ 2 കൈകളും അവൻ ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ തിരുമുന്നുണ്ട്. അതിനർത്ഥം എന്താണെന്നറിയോ? ഇവൻ അസ്വസ്ഥനാണെന്ന് മാത്രമല്ല, ഇവന്റെ കൈ പിടിച്ച് തിരുമുന്നത് ഇവൻ എന്തെങ്കിലും പ്രവർത്തിച്ചു പോകും. അങ്ങനെയാണ്. ഇവൻ തല കുനിച്ചു നിൽക്കുന്നു, ഇവൻ അസ്വസ്ഥനാണ്. കാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചതയ്ക്കുന്നു, ഇവൻ അസ്വസ്ഥപ്പെടുന്നു. ഇവന്റെ ഈ നിപ്പ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇവൻ ഒരു പക്ഷെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. പ്രഷർ കുക്കർ പോലെയാണ്. സൈൻ പലവട്ടം ഇങ്ങനെ മുഴങ്ങിക്കഴിഞ്ഞു, ഇവൻ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ അപ്പനോടും അമ്മയോടും പറഞ്ഞു, നിങ്ങളൊരു ശാന്തമാവും, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും, നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും, ഞാൻ ഇവരോടൊന്ന് സംസാരിക്കട്ടെ. ഞാൻ ഈ ചെറുക്കനെ വിളിച്ച് ശാന്തമായിട്ട് കുറെ സമയം കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ചോദിച്ചോടാ, നീ എന്തുകൊണ്ടാണ് ഈ കോളേജ് പഠനം നിർത്തിയത്? അപ്പൊ അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് എഞ്ചിനീയർ ആകാൻ ഒട്ടും ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും ഒക്കെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ എൻ്റെ അപ്പന്റെ ദുരഭിമാനം, അച്ഛൻ ദുരഭിമാനം. അപ്പന്റെ സഹോദരന്മാരുടെ മക്കളൊക്കെ എഞ്ചിനീയർമാരായി, എൻ്റെ മകനും എഞ്ചിനീയർ ആകണം. അച്ഛാ എനിക്ക് എഞ്ചിനീയർ ആകാനുള്ള കഴിവില്ല അച്ഛാ,
പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള വേറെ പല വിഷയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അതൊന്നും നമ്മുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസിന് ചേരത്തില്ല, നീ എഞ്ചിനീയർ ആയേ പറ്റുള്ളൂ. അച്ഛാ, എന്നെ അങ്ങനെ കൊണ്ട് പിടിച്ചേൽപ്പിച്ചത്, എനിക്കത് പഠിക്കാൻ പറ്റുന്നില്ല അച്ഛാ, ഞാൻ ഭ്രാന്തനായി പോകും. അങ്ങനെയാണ് ഞാൻ ആ നിർത്തി വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നിട്ടും അസ്വസ്ഥൻ. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, എടാ നീ ഇത് തുറന്നു പറയാൻ പാടില്ലേ, അപ്പനോട് തുറന്നു പറഞ്ഞുകൂടെ? അപ്പൊ ഇവൻ പറഞ്ഞ കാര്യം, അച്ഛാ ഞാൻ എൻ്റെ അപ്പനോട് തുറന്നു പറഞ്ഞാൽ അപ്പൻ എന്നോട് ദേഷ്യപ്പെടും. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നോട് പറയും, എടാ നീ അപ്പനോട് തർക്കുത്തരം പറയുന്നു. ഇനി മിണ്ടാതിരുന്നാൽ എന്റെ അപ്പൻ എന്നോട് പറയും, നിന്റെ വായിൽ എന്നട പഴം പുഴുങ്ങി വെച്ചിരിക്കുകയാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാനും മേല, മിണ്ടാതിരിക്കാനും മേല. ഇതാണ് എന്റെ അവസ്ഥ. എന്ന് മാത്രമല്ല അച്ഛാ, വീട്ടിൽ ഒരു സ്വസ്ഥതയുമില്ല. എന്നോട് എന്റെ അപ്പൻ ഒരു ദിവസമെങ്കിലും എന്റെ അടുക്കൽ വന്ന് എന്നെ ഒന്ന് ചേർത്തിരുത്തണ്ടേ അച്ഛാ, എന്റെ അപ്പൻ എന്നെ ഒന്ന് ചേർത്തിരുത്തി എന്നോട്, എടാ നിനക്കാരാവാനാണ് താല്പര്യം, ഇന്നു വരെ ചോദിച്ചിട്ടില്ല. എന്റെ സ്വപ്നങ്ങളും എന്റെ താല്പര്യങ്ങളും ഒന്നും വിഷയമല്ല. എന്നെ അപ്പന്റെ സ്വപ്നത്തിനനുസരിച്ച് അപ്പന്റെ അനുജന്മാരുടെ മക്കൾ എഞ്ചിനീയർമാരായി അതുപോലെ എന്നെയും ആക്കണം. അച്ഛാ, ഇതാണ് എന്റെ അവസ്ഥ. ഞാൻ എന്നതാ ചെയ്യണ്ടേ? ഈ ചെറുക്കൻ ഇരുന്ന് വല്ലാണ്ട് വിഷമിച്ച് ഭാരപ്പെടുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കൾ മാത്രമല്ല, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും നമ്മുടെ ജോലി സ്ഥലത്തുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റുള്ളവരിൽ കോപം ഉളവാക്കരുത്, അവരെ പ്രകോപിപ്പിക്കരുത്. അപ്പൊ ചിലർ ചോദിക്കും, അച്ഛാ അവനൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിക്കണം. ആയിക്കോട്ടെ, പക്ഷെ അവരുടെ ഉള്ളിൽ മുറിവുകൾ ഏൽപ്പിക്കരുത്. മുറിവുകൾ ഏറ്റു കഴിഞ്ഞാൽ പിന്നീട് അവർ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാൻ തുടങ്ങും. നമുക്കറിയാവുന്ന കാര്യമല്ലേ. സങ്കീർത്തകനായ ദാവീദ് ഇതിനെക്കുറിച്ചൊരു കുഞ്ഞു വചനം എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചു വായിച്ചോ. സങ്കീർത്തന പുസ്തകം 73-ാം അധ്യായം, അതിന്റെ 21-ഉം 22-ഉം തിരുവചനം. എന്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എന്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ, ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. അങ്ങയുടെ മുമ്പിൽ ഞാനൊരു മൃഗത്തെ പോലെയുമായി. സങ്കീർത്തകനായ ദാവീദ് പറയാണ്, കർത്താവേ എന്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇപ്രകാരമുള്ള മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതും ഒരു മാനസിക മുറിവാണ്. അത് ആ വ്യക്തിയുടെ ജീവിതത്തെ അടിമുടി കാർന്നതിനും ആ വ്യക്തിയുടെ സ്വഭാവ ശൈലികൾ മാറ്റും. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ആരിലും കോപം ഉളവാക്കരുത്. നമ്മൾ മറ്റുള്ളവരുടെ ജീവിത വഴികളിൽ സൗഖ്യപ്പെടുത്താനുള്ളവരാണ്. ആരെയും നമ്മൾ മുറിവുകൾ കൊടുത്ത് അവരുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷം തല്ലിക്കെടുത്തരുത്. പ്രത്യേകിച്ച് മാതാപിതാക്കളെ, നിങ്ങൾ മക്കളെ കുറിച്ച് നിങ്ങൾക്ക് സ്വപ്നങ്ങളുള്ളത് നല്ലതാണ്, എന്നാൽ അവരെ കുറിച്ച് ദൈവത്തിന്റെ സ്വപ്നം എന്താണെന്ന് ദൈവത്തോട് ചോദിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് അല്ലേ, അങ്ങനെയല്ലേ, ഞങ്ങളുടെ കുടുംബം ഇങ്ങനെയാവണം, അങ്ങനെയാവണം, ഇങ്ങനെയാ നല്ലത്.